ഹായ് ഫ്രണ്ട്സ്, ദി ഓണസ്റ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന 3 കൂളേഴ്സ് ആണ്. ഹാവൽസ്, വി-ഗാർഡ്, ബജാജ്. അപ്പൊ ഇതിലെ ആരാണ് മിടുക്കൻ എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇനി കേരളത്തിൽ വളരെ ചൂട് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ AC യൂസ് ചെയ്യാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് എപ്പോഴും ഒരു പേഴ്സണൽ കൂളർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ മെയിൻ്റനൻസും വളരെ കുറവാണ്, അതുപോലെ തന്നെ കറണ്ട് കൺസംഷനും വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് മൂവബിൾ ആണ്. നമുക്ക് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഈസിലി എടുത്ത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കൂളർ യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. കൂളറിന്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ നൽകിയിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ MRP നോക്കുകയാണെങ്കിൽ ഹാവൽസിന് 8790 രൂപയാണ്, വി-ഗാർഡിന് വന്നിരിക്കുന്നത് 7490 രൂപയാണ്, അതുപോലെ തന്നെ ബജാജിന് വന്നിരിക്കുന്നത് 7360 രൂപയാണ്. എന്നാൽ ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്, വളരെ ചെറിയ ബേസിക് ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ 3 പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവൽസിന് വന്നിരിക്കുന്ന ഫസ്റ്റ് ഇരിക്കുന്ന ഹാവൽസ് ആണ് ലെഫ്റ്റ് സൈഡിൽ. ഹാവൽസിന് വന്നിരിക്കുന്നത് 24 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. വി-ഗാർഡിന് അത് വരുമ്പോൾ 26 ലിറ്ററായിട്ട് കൂടുന്നുണ്ട്. ബജാജിനും 24 ലിറ്ററാണ് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കറണ്ട് കൺസംഷൻ നോക്കുകയാണെങ്കിൽ ഹാവൽസിന് 90 വാട്ട്സ് ആണ് വന്നിരിക്കുന്നത്, വി-ഗാർഡിന് അതുപോലെ തന്നെ 140 വാട്ട്സ് ആണ് വന്നിരിക്കുന്നത്, 100 വാട്ട്സ് ആണ് ബജാജിന് നൽകിയിരിക്കുന്നത്. ഈ 3 കൂളർ നമുക്ക് ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 3ൽ യൂസ് ചെയ്തിരിക്കുന്ന ഹണികോം ആണ്. 3ലും കൂളിങ്ങിന് വേണ്ടി ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് ഹണികോം തന്നെയാണ് 3ൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ ബജാജിനും അതുപോലെ തന്നെ വി-ഗാർഡിനും 2 ഇയർ ആണ് കമ്പനി വാറണ്ടി നൽകിയിരിക്കുന്നത്. 1 ഇയർ ആണ് ഹാവൽസിന് കമ്പനി ഇതിന് വാറണ്ടി നൽകി. ഇത് വി-ഗാർഡിൻ്റെ P2SH എന്ന് പറയുന്ന മോഡലാണ്. 2 ഇയേഴ്സ് ആണ് കമ്പനീന് വാറണ്ടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വന്നിരിക്കുന്നത് 140 വാട്ട്സ് ആണ്. 26 ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കമ്പനി നൽകിയിരിക്കുന്നത്. 9.40 മീറ്റേഴ്സാണ് ഇതിൻ്റെ എയർ ത്രോ കമ്പനി അവകാശപ്പെടുന്നത്. എയറോഡൈനാമിക്കലി ആയിട്ടുള്ള ഒരു ബോഡിയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ബിക്കോസ് നല്ലൊരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കമ്പനി നൽകിയിരുന്നത്. അപ്പോൾ നമ്മൾ കൂളറിനെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എയർ ത്രോ ചെയ്യുന്നത് ഈ ഭാഗത്തോട് വഴിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസിന് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോബ് നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെയാണ് നൽകിയിരുന്നത്. അതുകൂടാതെ ഓഫും. പിന്നെ നമുക്ക് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൂള് സിങ്ങിങ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ പ്ലാസ്റ്റിക് ആണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വാട്ടർ ഫില്ല് ചെയ്യുന്നത് ഈ ഭാഗത്തൂടെയാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ കൂടെയാണ് വാട്ടറും ഐസ് ക്യൂബും നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ വാട്ടർ ലെവൽ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സൈഡ് ഭാഗമാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതായത് ഫുള്ളായിട്ട് ഹണികോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക് സൈഡിൽ മാത്രമാണ് ഇതിന് ഹണികോം നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് ഊരി ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഡസ്റ്റൊക്കെ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് ഊരിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടുതലായിട്ടുള്ള ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരി ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 3 പിന്നാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഇയർ വാറണ്ടി ഇതിനകത്ത് കാണാൻ സാധിക്കും. വൈഡർ ബ്ലോവർ ഫോർ പവർഫുൾ കൂളിംഗ്, അതുപോലെ തന്നെ ലാർജർ കൂളിംഗ് പാർട്സ് ആണ് ഇതിന് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് കമ്പനി 7490 രൂപയാണ് ഇതിൻ്റെ MRP വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെൻറ്റ് നമുക്ക് ഇത് മാനുവലായിട്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈറ്റും മുകളിലേക്കും താഴേക്കും നമുക്ക് മാനുവലായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് പുതിയതായതുകൊണ്ടാണ് കുറച്ച് ടൈറ്റിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൈയിലേക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ടും കേൾക്കാൻ സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു കൂളിംഗ് നൽകുന്ന ഒരു കൂളറാണിത്. അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നു. വി-ഗാർഡ് എന്ന് പറയുന്നത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ സർവീസും വളരെ ബെറ്ററാണ് ഇതിന്. അപ്പോൾ ഇത് ബജാജിൻ്റെ PMH25 DLX എന്ന് പറയുന്ന 24 ലിറ്ററിൻ്റെ എയർ കൂളറാണ്. അപ്പോൾ
കമ്പനി ഇന്ന് നൽകിയിരിക്കുന്നത് 100 വാട്ട്സ് ആണ്. അതായത് വളരെ യൂസേജ് കുറവാണ്. ബാക്കിയുള്ള കൂളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി വളരെ കുറവാണ്. അതുകൂടാതെ തന്നെ ഇത് ഇൻവേർട്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 2 ഇയർ ആണ് കമ്പനി ഇതിന് വാറണ്ടി നൽകിയിരിക്കുന്നത്. 2 ഇയർ പമ്പിനും 1 ഇയർ പ്രൊഡക്റ്റിനുമാണ് കമ്പനി ഇന്ന് നൽകിയിരിക്കുന്നത്. 5 മീറ്ററാണ് ഇതിൻ്റെ എയർ ത്രോ കമ്പനി അവകാശപ്പെടുന്നത്. അതായത് എറൗണ്ട് ഒരു 18 അടി നമുക്ക് ഇതിൻ്റെ എയർ ത്രോ ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ 3 സൈഡിലും നമുക്ക് ഹണികോം കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഹണികോം ടെക്നോളജിയാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെർബോഫാൻ ടെക്നോളജിയാണ് കമ്പനി ഇന്ന് നൽകിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ഫാൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എയറോഡൈനാമിക് ടൈപ്പിലാണ് ഈ ഫാൻ കമ്പനി ഇന്ന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 100 വാട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് 6.300 കിലോഗ്രാമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. 6.3 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. 8,390 രൂപയാണ് ഇതിൻ്റെ MRP വന്നിരിക്കുന്നത്. ആമസോണിൽ ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 4,900 രൂപയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് ആൻറ്റി ബാക്ടീരിയൽ എക്സാകൂൾ ടെക്നോളജിയാണ് ഇതിന് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഇയർ വാറണ്ടി പമ്പിന് നൽകിയിട്ടുണ്ട്. പിന്നെ ടെർബോഫാനാണ് കമ്പനീന് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റു കൂളറെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ഡിസൈനാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു എയർ ത്രോയാണ് വിൻഡോയാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഫങ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള 2 നോബും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 3 സ്പീഡാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിങ് പമ്പും ഇതിനകത്ത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് വാട്ടർ ലെവലാണ്, ലോ ഹൈ വാട്ടർ ലെവലാണ്. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും ഹണികോം ഉണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. മന്ത്ലി ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് കുറച്ച് ബെറ്ററാണ്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ 3 സൈഡിലും ഇതിന് ഹണികോം കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂളിംഗ് നമുക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അറൗണ്ട് 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് എല്ലാ ഭാഗത്തെ ഹണികോമും നിങ്ങൾക്ക് ഊരി ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീൽസും കമ്പനി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസിലി ഇത് മൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പോർട്ടബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇതെടുത്ത് പല പല റൂമിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഹാവൽസിൻ്റെ പേഴ്സണൽ കൂളറാണ്. കാൾട്ടൺ എന്ന് പറയുന്ന മോഡലാണ്. ഇത് 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 800 CNM എയർ ത്രോയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് ഏകദേശം ഒരു 20 ഫീറ്റ് വരെ ഇതിന് എയർ ത്രോ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ രീതിക്കാണ് കമ്പനി അതിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. വളരെ ചെറിയൊരു മിനിയേച്ചർ ടൈപ്പ് കൂളറാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞ ഒരു ടവർ ഫാനിൻ്റെ അത്ര വലിപ്പം മാത്രമേ കമ്പനി ഇതിന് നൽകിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ എയർ വെന്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വാട്ടർ ലെവൽ കാണിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഹണികോം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡിലും ഹണികോം ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ താഴെ നമുക്ക് ഇതിൻ്റെ വാട്ടർ കളയുന്ന, അതായത് നമ്മൾ 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ബാലൻസ് വരുന്ന വാട്ടർ കളയാനുള്ള ഒരു ഭാഗമാണ് ഈ നൽകിയിരിക്കുന്നത്. ആ ബുഷ് വലിച്ച് നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണ്. ഇതിലെയാണ് നമ്മൾ വാട്ടർ നിറച്ച് കൊടുക്കേണ്ടത്. 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. 1 ഇയർ ആണ് കമ്പനി ഇതിൻ്റെ വാറണ്ടി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ 3 സൈഡിലും ഹണികോം കമ്പനി നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ഒരു ഗ്യാരണ്ടി കാർഡും മാനുവൽ ബുക്കും കമ്പനി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 സ്പീഡാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്, ഹൈ, മീഡിയം, ലോ. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഇതിനകത്ത് പമ്പ് ചെയ്യുന്ന മോഡൽ അവൈലബിൾ ആണ്. പമ്പ് പ്ലസ് സിംഗിങ് മോഡൽ അവൈലബിൾ ആണ്. പമ്പ് മീൻസ് ജസ്റ്റ് നമ്മൾ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തണുത്ത വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എയർ ഡെലിവറിയിൽ ഫീൽ ചെയ്യുന്നതാണ്. ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാനുവലായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണോ എയർ ത്രോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
വളരെ ഒതുക്കമുള്ള രീതിയിലാണ് കമ്പനി ഈ കൂളറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഡസ്റ്റ് ഫ്രീ കൂടിയാണ്. ഈ കൂളർ ബെസ്റ്റ് യൂസ്ഫുൾ ആകുന്നത് ഒരു ബെഡ്റൂമിലോ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഒരു ഓഫീസിലോ സ്റ്റഡി റൂമിലോ ആണ്. ഇത് വലിയൊരു ഹാളിൽ ഇത് അത്ര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ആരോഡൈനാമിക് ഡിസൈൻഡാണ് ഇതിൻ്റെ ഫാന്. അപ്പോൾ അതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണർ ടു കോർണർ എയർ ഡെലിവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാധാരണ കൂളേഴ്സിനൊക്കെ ബ്ലോവറാണ് വരുന്നത്. ഇതിനകത്ത് പ്ലസ് ആയിട്ടൊരു ഫാനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ 3 സൈഡിലും ഹണികോം കവറിംഗ് ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് കൂടുതലായിട്ട് ഡസ്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ കമ്പനി അവകാശപ്പെടുന്നത് സൈലൻറ്റ് ഫ്രീ ഓപ്പറേഷനാണ്. ഇത് നമുക്ക് കിടന്നുറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഓട്ടോ സിംഗിങ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പവർ കട്ട് ഉള്ള സമയത്ത് നമ്മൾക്കിത് ഇൻവേർട്ടറിൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ കൂളർ. അതുപോലെ തന്നെ ഇതിനകത്ത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നതാണ്. 3 പെൻ അഡാപ്റ്ററാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. 1 ഇയർ ആണ് ഇതിൻ്റെ കമ്പനി വാറണ്ടി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയെ കൂടെയാണ് ഈ പ്രൊഡക്റ്റ്. ഈ കൂളറിൻ്റെ MRP വരുന്നത് ഏകദേശം 8,990 രൂപയാണ്. ആമസോണിലും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 6,000 രൂപ. ഈ 3 കൂളറും റിവ്യൂ ചെയ്തതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ടത് വി-ഗാർഡിൻ്റെ കൂളറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഹാവൽസിലും ബജാജിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫാൻസ് ആണ്, എന്നാൽ വി-ഗാർഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്ലോവറാണ്. അതുകൊണ്ട് തന്നെ കൂളിംഗ് വളരെയധികം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ബജാജാണ് കുറച്ചും കൂടി ബെറ്റർ. ബജാജിന് വി-ഗാർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 2,000 രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബജാജും വി-ഗാർഡും വലിയ കുഴപ്പമില്ല. എന്നാൽ ഹാവൽസ് ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.